ഹലോ ഗായ്സ്, വെൽക്കം ടു ടീച്ചേഴ്സ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ദുർഗാ പൂജ അങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ കൊൽക്കട്ടയിലുള്ള മെയിൻ ഫെസ്റ്റിവലാണ് ദുർഗാ പൂജ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ദുർഗാ പൂജ നമ്മൾ ഒരു നന്നായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കടന്നാലോ. ഞങ്ങളുടെ അകത്തുള്ള ഡെക്കറേഷനാണ്, എന്നിട്ട് നമുക്ക് ഇത് വന്നിട്ട് പുറത്തുള്ള ഡെക്കറേഷനാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയപ്പോൾ ഇത് ഒരു റൗണ്ടിൽ കിടക്കുന്നുള്ള അകത്തുള്ള ഡെക്കറേഷൻ. പിന്നെ നമ്മൾ ദുർഗാഷ്ടേ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുർഗാമ്മ വന്നിട്ടുണ്ട്. ഇത് നല്ല ഗോൾഡൻ കളറിലുള്ള ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ദുർഗാമ്മ. അടിപൊളിയല്ലേ ഇത്, സാരി പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ഒരു മണിക്ക് പണ്ടാൽ ഹോപ്പിങ്ങിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പം ലൈറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് വിഷ്ണു ബംഗളയാണ്. നമുക്ക് അടുത്ത അതിലൊരു പണ്ടാൽ ഞങ്ങൾ കണ്ടു. അത് ലോട്ടസിൻ്റെ ഫോട്ടോ ആണ്. അതുപോലെ തന്നെ ഇത് ദുർഗാമ്മ ഷോൾ എടുത്തിട്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഒരുക്കിയായിരുന്നു. പിന്നെ ആണ് ഫുള്ള് ഇതാണ് ഭയങ്കര ആംബിയൻസ് ഉള്ള ദുർഗാമ്മയായിരുന്നു ഇത്. പിന്നെ ഇത് കഥകളിയായിരുന്നു. കഥകളി കണ്ടപ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ആ കഥകളിയുടെ അകത്തുള്ള ദുർഗാമ്മയാണിത്. നല്ല ഭംഗിയില്ലേ, ഇതെന്നാ കേട്ടോ ഞങ്ങളുടെ ഇവിടെ പോലെ തന്നെയാണ് ഞങ്ങളുടെ സൊസൈറ്റിയുടെ. പിന്നെ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ ക്യാൻഡിയാണ്, സ്പിൻ ക്യാൻഡി. പിന്നെ ഞങ്ങൾ ആവുകളുണ്ട്. ഇത് അനങ്ങുന്ന ആവളാട്ടോ, കണ്ടോ അതിൻ്റെ വിങ്സും അതിൻ്റെ തലയൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പണ്ടങ്ങൾ നിങ്ങൾക്ക് പ്രോബബ്ലി അറിയാമായിരിക്കും, കാരണം ഇത് ഭയങ്കര ഭംഗിയുള്ള പണ്ടാലാണ്. ആദ്യം വിഷമം, പിന്നെ സന്തോഷം വരും. പിന്നെ ഇന്നത്തെ ദുർഗമ്മ വളരെ ചെറുതായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെയും അവള് കാണാൻ പോയി. അതിൻ്റെ പുറത്തുള്ള വ്യൂ കേട്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജോയിനസ് തരുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത് പണ്ടാലിലോട്ട് പോയി. ഇത് ഭയങ്കര ഭംഗിയായിരുന്നു, നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചെടികൾ. പിന്നെ എവിടുത്തെ ദുർഗാമ്മ എന്ന് വെച്ചാൽ ഇച്ചിരി ബ്ലാക്ക് കളറിലുള്ള കേട്ടോ, അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത ദിവസമായപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സൊസൈറ്റിയിൽ. അപ്പോൾ ഞാൻ ചുമ്മാ ചിരിച്ചിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ അത് നമ്മുടെ ചെണ്ട കൊട്ട കണ്ടു, ഡാൻസ് കളിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈ ഫേവറേറ്റ് പാർട്ട്. പിന്നെ അടുത്ത പണ്ടാലിൽ പോയപ്പോൾ ഒരുപാട് സാരി അങ്ങനെ അവിടെ സാരി ഉണ്ടാക്കുന്ന കാണാമായിരുന്നു. അതുപോലെ സാരി ഉണ്ടാക്കുന്ന പുഴു ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ദുർഗാമ്മ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു വെറൈറ്റി ആയിരുന്നു. കാരണം ഇത് നമ്മുടെ ദുർഗാമ്മയുടെ ഫേസ് വേറായിരുന്നു. വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ, പക്ഷെ ഫോട്ടോ എടുത്തപ്പോൾ ഇങ്ങനെ റെഡ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ എൻ്റെ പോലെ ഭയങ്കര തിരക്കുള്ള പണ്ടൽ അത് സെൻട്രലിൻ്റെ അവിടെയാണ് നമ്മുടെ തിരക്കുള്ള പണ്ടൽ. എന്നെക്കൊണ്ടത് എൻ്റെ പൊന്നെ ചൂടെടുത്തിട്ട് മഞ്ഞ് ചത്തുപോയിട്ടോ. പക്ഷെ കാണാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാണാൻ അങ്ങനെ ഇരിക്കാൻ പറ്റും, പക്ഷെ ഞങ്ങൾ അങ്ങനെ പോയി. അപ്പം എന്നിട്ടുണ്ടോ ഒന്നും കാണാൻ പറ്റിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ കണ്ടു. ഇതൊക്കെ പറയുന്നത് ഞാൻ. ഓക്കെ, ഇതാണ് ഇത് ബാമ്പു കേട്ടോ. ബാമ്പു വെച്ച് എന്തോ ഒരു ചറണ്ടി കളഞ്ഞ് കാണുമായിരിക്കും. ഇത് ഇത്രയും ജനമുണ്ട് ബാക്കിൽ. ഞങ്ങൾ കയറിയപ്പോൾ ഇത്രയും ഇല്ലായിരുന്നു, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഒത്തിരി ജനം ഉണ്ടായി. പിന്നെ ഇത് നമ്മുടെ ദുർഗയുടെ അകത്തുള്ള വ്യൂ ആണ്. ഞങ്ങൾ കയറി അകത്തായി ഇങ്ങനെ വ്യൂ ആണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം ഗ്ലാസസ് ആയിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലാസസ് ആണ് ഇതൊക്കെ. അങ്ങനെ അവസാനം തീർന്നു. ഇതാണ് നല്ല ദുർഗയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, നല്ലതല്ലേ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റീൽ പണ്ടാലാണ്. ഇതിനൊരു പേരിട്ടിട്ടുണ്ട്, പക്ഷെ ഇവരൊക്കെ ഇട്ടൊരു ഡിഫറെൻറ്റ് പേരായിരിക്കും. പക്ഷെ ഞാൻ എന്നിട്ട് ഇട്ടിരിക്കുന്നത് സ്റ്റീൽ പണ്ടാൽ. സ്റ്റീൽ വെച്ച് ഉണ്ടാക്കിയതാണ് ഈ പണ്ടാൽ. പക്ഷെ രാത്രി കാണാനാണ് നല്ല ഭംഗിയുള്ള. പക്ഷെ ഞങ്ങൾ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇത് ഇവിടെ പോയി വൈകുന്നേരമായപ്പോൾ ഒരു അഞ്ചര ഒക്കെ സമയത്ത് പോയി. അപ്പോഴാണെങ്കിൽ ഒരു തിരക്കും ഇല്ലായിരുന്നു. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പക്ഷെ രാത്രി കാണണം. ഇവിടെ ഉച്ചയുണ്ട് അത്ര ഇതല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കുമ്പം ഒരു ഫോട്ടോ എടുത്തായിരുന്നു. വെച്ചാൽ പുതിയ ഡ്രസ്സിൻ്റെ ഫോട്ടോ. പിന്നെ ഈ പാനിപ്പൂരി കോമ്പറ്റീഷനാണ്. ഒരാൾ 10 കഴിച്ചു, ശരിക്കും 10 കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കൗണ്ട് ചെയ്യണമുണ്ടായിരുന്നു. പിന്നെ
പിന്നെന്താ ഈ ഞങ്ങൾ ഡാൻസ് കളിക്കുമായിരുന്നു. ഞങ്ങളുടെ ഡാൻസ് ഒന്ന് കാണണേ, ഭയങ്കര സൂപ്പർ അല്ലേ, സൂപ്പർ. ബോയ്സ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ട. അടുത്തതിന് ചെണ്ടമാരങ്ങളുടെ ഡാൻസ്. ഇത് നല്ല ഭംഗിയുള്ള ഇതാട്ടോ, നല്ല ഇത്. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ലാസ്റ്റ്, വളരെ വിഷമിട്ടോ എനിക്ക് ലാസ്റ്റായപ്പോൾ. അപ്പം ലാസ്റ്റ് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ഫോട്ടോസ് ഞങ്ങൾ എന്തൊക്കെ കഴിച്ചെന്നാണ്. ഇത് സ്വീറ്റ്സ് ഉണ്ട്, ഭക്ഷണമുണ്ട്, മട്ടൻ ബിരിയാണിയാണ്. ഇത് മൊലിരുട്ടിയും ബാക്കിയുള്ള തിങ്സും. പിന്നെ കുറേ ഭയങ്കര ടേസ്റ്റായിരുന്നു. എന്ന് വെള്ളം വരുന്നുണ്ട്. പൊന്നെ 5 ദിവസം 3 നേരം സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം രാത്രി വൈകുന്നേരം അതിനൊക്കെ പാനിപ്പൂരി ഇട്ട് ഒക്കെ ഉണ്ടായിരുന്നു സ്നാക്സ്. പിന്നെ അവിടുത്തെ ഉള്ള ചായ, അതൊക്കെ രാവിലെ ചായ കുടിക്കണമല്ലോ, അപ്പോൾ ചായ ഒക്കെ താഴെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചായ ഇങ്ങനെയാണ്, ചട്ടിച്ചായ ആയിട്ടാട്ടോ തരുന്നത്. നല്ല സുന്ദരമായിട്ടൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏത് പണ്ടാണ് ഇഷ്ടപ്പെട്ടത് ഇത് താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.